നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മൂന്നാം അതിജീവിതയുടെ മൊഴി എടുപ്പിക്കുന്നു. ഇപ്പോൾ രണ്ടാം പരാതിക്കാരി കോടതിയിൽ നേരിട്ടെത്തി മൊഴി നൽകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുകളിൽ തിരക്കിട്ടുള്ള നീക്കത്തിലേക്ക് പോലീസ്. രണ്ടാം പരാതിക്കാരിയെ കോടതിക്ക് മുന്നിൽ എത്തിച്ചത് ആരാണ്? 1ഉം 3ഉം പരാതിയിൽ രാഹുലിനെ പൂട്ടാൻ പറ്റുന്നില്ല എന്ന് കണ്ടതോടെ രണ്ടാം അതിജീവിതയിലിട്ട് പൂട്ടാനാണോ ഇപ്പോൾ നീക്കം നടക്കുന്നത്? കാരണം രണ്ടാം പരാതിക്കാരി വിവാഹിതയല്ല. 1ഉം 3ഉം അതിജീവിതകളെ കോടതി തന്നെ ഓടിക്കുമെന്ന് നിയമ വിദഗ്ധർ പറയുന്നു. കാരണം വിവാഹം കഴിച്ചവരെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കും? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ പിടിവള്ളിയായിട്ടുള്ളത് രണ്ടാം പരാതിക്കാരി മാത്രമാണ്. അതുകൊണ്ട് ബംഗളൂരുവിൽ നിന്ന് ആരൊക്കെയോ അവരെ നാട്ടിലെത്തിച്ച് കോടതിയിൽ എത്തിച്ചിരിക്കുന്നുവെന്ന് രാഹുൽ അനുകൂലികളുടെ വാദം. ഇടയ്ക്കൊരു ദുബായ്ക്കാരിയുടെ പേര് കേട്ടിരുന്നു. ഉടൻ ഒരു ദുബായ്ക്കാരി പരാതിയുമായി രംഗത്ത് വരാൻ പോകുന്നു എന്ന്. എന്നാൽ രണ്ടാം അതിജീവിതയുടെ കേസ് എന്താകുമെന്നറിഞ്ഞിട്ട് പുതിയ ആളെ ഇറക്കാനായിരിക്കുമെന്നുള്ള പരിഹാസവും നിറയുന്നു. അണിയറയിൽ ഒരു കൂട്ടം പെണ്ണുങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തീർക്കാൻ, അവന്റെ രാഷ്ട്രീയ ഭാവി തൊലയ്ക്കാൻ കളത്തിലുണ്ട് എന്നാണ് രാഹുൽ ആർമിയും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും പറയുന്നത്. ഈ പെണ്ണുങ്ങൾക്ക് ഭരണകൂടത്തിന്റെ ഒത്താശയും സഹായവുമുണ്ട്. രാഹുലിനെ പാതാള കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ ആർക്കാണിത്ര പക? ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? അതിജീവിതകളുടെ സ്ക്രീൻഷോട്ടുകൾ എങ്ങനെ മാധ്യമ പ്രവർത്തകർക്ക് കിട്ടുന്നു? തുടങ്ങി ചോദ്യങ്ങളുടെ വലിയൊരു പെരുമഴ. ഹൈക്കോടതി വിധിയെ എതിർത്താണ് 1ആം അതിജീവിത സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ആവശ്യം രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണം. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി കൂടി പരാമർശിച്ചായിരുന്നു ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. അതായത് ഫേക്ക് ബലാത്സംഗ പരാതികൾ വലിച്ചു കീറി ചവിറ്റുകൊട്ടയിൽ എറിയണമെന്ന്. അത്ര വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയ അതിജീവിത സുപ്രീം കോടതിയിലേക്ക് എങ്ങനെ പോകുന്നു? ഇവർക്കൊക്കെ നിയമോപദേശം നൽകാൻ ആരൊക്കെയോ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട് എന്ന വലിയ സംശയമാണ് ജനം ഉയർത്തുന്നത്. അതായത് ഒരു പരാതിക്കും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് തടി തപ്പിയിരുന്ന അതിജീവിതകളൊക്കെയാണ് പെട്ടെന്നൊരു ദിവസം പരാതികളുമായി രംഗത്തേക്ക് വരുന്നതും അവൻ ഞങ്ങളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചുവെന്നും ഒക്കെ പല വാദങ്ങൾ, പല മൊഴികൾ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഉൾക്കൊള്ളാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. ഇവിടെ ജനങ്ങൾ പല രീതിയിലാണ് രാഹുലിന്റെ കേസുകൾ ഇഴകീറി പരിശോധിക്കുന്നത്. അപ്പോഴൊക്കെയും എല്ലാവരുടെയും ഉള്ളിൽ ഉയരുന്നത് രാഹുലിനെ ഇല്ലാതാക്കാൻ ഒരു നീക്കം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ജനപിന്തുണ കൂടുന്നതും. രണ്ടാം പരാതിക്കാരി കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയതോടെ ചൂടൻ ചർച്ചകളിലേക്കാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് എത്തിയിരിക്കുന്നത്. ഒന്നിലേറെ തവണ തന്നെ പീഡിപ്പിച്ചതായിട്ടാണ് രണ്ടാം അതിജീവിത കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത്. നെടുമങ്ങാട് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി രഹസ്യമൊഴി നൽകുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ഹാജരാക്കിയതായിട്ടാണ് സൂചനകൾ പുറത്തുവരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകിയ ബംഗളൂരുവിൽ താമസിക്കുന്ന 23 വയസ്സുകാരിയാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അതിജീവിത കോടതിയെ അറിയിച്ചുവെന്നാണ് വിവരം. ഈ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. 2023 സെപ്റ്റംബറിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടത്. ടെലഗ്രാം അക്കൗണ്ട് നമ്പർ ചോദിച്ചു വാങ്ങി അതുവഴി സന്ദേശങ്ങൾ അയച്ചു എന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അറിയിച്ചു. വീട്ടുകാർക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നുവെങ്കിലും പിന്നീട് സമ്മതിച്ചു. അവധിക്ക് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തിയ തന്നെ വീട്ടിലെത്തുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് കാണണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞായിരുന്നു വിളിപ്പിച്ചത്. ഫെനി നയനാനൊപ്പം കാറിലെത്തിയ രാഹുൽ നഗരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചു. സുഹൃത്തിന്റെ ഹോം സ്റ്റേ ആണെന്നും ജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതിനാൽ സ്വകാര്യത ഉറപ്പാക്കാനാണ് അവിടേക്ക് വന്നതെന്നുമാണ് പറഞ്ഞത്. അകത്ത് കയറിയ ഉടൻ രാഹുൽ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തു. പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു. കടുത്ത ശാരീരിക മാനസിക പീഡനമാണ് നേരിട്ടത്. അതിനുശേഷം തന്നെ വിവാഹം ചെയ്യാനാവില്ല എന്ന് രാഹുൽ പറഞ്ഞു. ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായ ശ്രദ്ധ നൽകാൻ തന്റെ രാഷ്ട്രീയ ജീവിതം അനുവദിക്കില്ല എന്നാണ് കാരണം പറഞ്ഞത്. തുടർന്ന് തന്നെ കാറിൽ വീടിന് സമീപം ഇറക്കിവിട്ടു. കാണണമെന്നറിയിച്ച് ഏതാനും നാളുകൾക്ക് ശേഷം രാഹുൽ വീണ്ടും തന്നെ വിളിച്ചു. പിന്നീട് പതിവായി സന്ദേശങ്ങൾ അയച്ചുവെന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. വിവാഹകാര്യം പറഞ്ഞ് രാഹുൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്.
ലൈംഗിക പീഡനം ചൂണ്ടിക്കാട്ടി KPCC നേതൃത്വത്തിന് യുവതി അയച്ച ഇമെയിൽ തുടർന്നാണ് ജി പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം പെൺകുട്ടിയെ ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ പെൺകുട്ടി പിന്നീട് എന്തിനാണ് രാഹുലുമായി ബന്ധം തുടർന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് രാഹുൽ തന്നെ അതിക്രൂരമായി പീഡിപ്പിച്ചു, തന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ടും പിന്നീടും ഇരുവരും തമ്മിൽ ചാറ്റുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നതും അത് തന്നെയാണ്. അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം രാഹുൽ വീണ്ടും എന്നെ ബന്ധപ്പെട്ടു എന്നാണ് ഈ യുവതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ആളുമായിട്ട് വീണ്ടും എന്തിനാണ് ഇവർ ചാറ്റുകൾ ചെയ്യാൻ തയ്യാറായത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. മാത്രമല്ല അതിക്രൂരമായ പീഡനത്തിനിരയായെങ്കിൽ അവർ എവിടെയും ഈ പറയുന്നത് പോലെ വൈദ്യസഹായം തേടിയതായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. ഈ 1ഉം 2ഉം 3ഉം പരാതിക്കാരികൾ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് രാഹുൽ അതിക്രൂരമായി മൃഗീയമായിട്ടാണ് ലൈംഗികമായി വേട്ടയാടുന്നതെന്ന്, ദേഹത്ത് ചാടിക്കയറുകയും അതുപോലെ തന്നെ ശരീരമാസകലം മാന്തി പൊളിക്കുക, ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ മൊഴിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ പക്ഷെ ഇവരാരും ഈ പറയുന്ന പോലെ തന്നെ ഒരു വൈദ്യപരിശോധനയ്ക്ക് പോലും തയ്യാറായതിൻ്റെ ഒരു തെളിവുകളും ഇതുവരെ എവിടെയും കൊടുക്കാൻ ഈ പറയുന്ന അതിജീവിതമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ അതിജീവിതമാർക്ക് നേരെ ഉയരുന്നുണ്ട്. രണ്ടാം പരാതിക്കാരിയുടെ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും തനിക്ക് നേരിട്ടത് അതിക്രൂരമായ പീഡനങ്ങളാണെന്നും തൻ്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാൻ വൈകിയത് എന്നും ഈ രണ്ടാം പരാതിക്കാരി പറയുന്നുണ്ട്. ഈ ഒരു കേസിൽ രാഹുലിന് കുടുക്ക് വീഴുമോ എന്നുള്ള ഒരു ചോദ്യവുമുണ്ട്. എന്നാൽ പേര് പോലും ഇല്ലാതെ ലഭിച്ച ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുൽ ജാമ്യ ഹർജി നൽകിയത്. പരാതി അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. 2 വർഷം താമസിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി സത്യമെങ്കിൽ പോലീസിനെ സമീപിക്കാൻ ഏറെ സമയം ഉണ്ടായിരുന്നുവെന്നും ജാമ്യ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നു. കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം ഇതോടെ ലഭിക്കുകയായിരുന്നു. അതായത് കോടതിക്കും ചില സംശയങ്ങളൊക്കെ തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിജീവിതയുടെ മൊഴിയിൽ ചില സംശയങ്ങളൊക്കെ തോന്നിയതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഇപ്പോൾ എന്തായാലും പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകിയിരിക്കുകയാണ്, രഹസ്യമൊഴി നൽകിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയാണ്. 3ആം പരാതിക്കാരിയുടെ കേസിൽ ഇപ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് രാഹുലിൻ്റെ കാര്യത്തിൽ രാഹുലിനെ തുടരെ ഇങ്ങനെ അങ്ങ് ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ 2ആം പരാതിക്കാരിയുടെ രംഗപ്രവേശം എന്നുള്ളതും വഴിയെ അറിയാം. എന്തായാലും രാഹുലിനെ തീർക്കാനായിട്ട് ഒരു കൂട്ടർ എവിടെയോ കൃത്യമായി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാഹുലിൻ്റെ ആർമിയും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും ഇപ്പോൾ പറയുന്നത്. അക്കൂട്ടത്തിൽ ഷഹനാസും റിനിയും ചില മാധ്യമ പ്രവർത്തകരും വനിതാ മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ടെന്ന് രാഹുൽ ആർമി വലിയ രീതിയിലുള്ള വാദം ഉയർത്തുന്നുണ്ട്. ഇതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്തേക്ക് വരുന്നത്. അതായത് ഒരു കൂട്ടം പെണ്ണുങ്ങളെ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങ് ഇല്ലാതാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും ഇതൊന്നും വില പോകില്ല എന്നുമാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തെ വെല്ലുവിളിച്ച ഷഹനാസ്, ഞാൻ കോഴിക്കോട് തന്നെ ഉണ്ടടാ, നീ കേസ് കൊടുക്കടാ എന്നൊക്കെ നിരന്തരം വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ട ഷഹനാസ് ഇപ്പോൾ കമന്റ് ബോക്സ് പൂട്ടിയിരിക്കുകയാണ്. കാരണം അമ്മാതിരി തെറിവിളിയാണ് ഷഹനാസിന് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഷഹനാസ് ഇപ്പോൾ കമന്റ് ബോക്സ് വരെ പൂട്ടിയിരിക്കുന്നത്. പക്ഷേ നിരന്തരം പോസ്റ്റുകളൊക്കെ പങ്കുവയ്ക്കുന്നുമുണ്ട്. രാഹുൽ വിഷയത്തിൽ നമുക്ക് മറ്റൊരു കാര്യവും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതായത് അതിജീവിതകൾക്ക് നേരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലെയും അതുപോലെ തന്നെ CPM സൈബർ ഗ്രൂപ്പുകളുമൊക്കെ വായിട്ടലിക്കുന്നത്. അതായത് അവരുടെ പ്രധാന മോങ്ങൽ ഇത് തന്നെയാണ്. ശരിക്കും ഈ അതിജീവിതകളെ സൈബർ ആക്രമണത്തിന് ഇട്ടുകൊടുക്കുന്നത് ആരാണ്? അതൊരു ചോദ്യം തന്നെയല്ലേ? അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ തന്നെയല്ലേ? ഇത് ജനങ്ങളും ശരിവയ്ക്കുന്ന കാര്യമാണ്. കാരണം ഈ അതിജീവിതകളുടെയൊക്കെ രഹസ്യ ചാറ്റുകൾ എങ്ങനെ ഈ മാധ്യമ പ്രവർത്തകരിലേക്ക് എത്തുന്നു? അതിജീവിതകൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. അതെങ്ങനെയാണ്? ഇവരെയൊക്കെ ബന്ധിപ്പിക്കുന്ന ചില കണ്ണികൾ മാധ്യമ കൂട്ടങ്ങൾക്കിടയിലുണ്ട്. ലക്ഷ്മി പത്മ പങ്കുവച്ച, അതായത് 3ആം പരാതിക്കാരിയെ പിന്തുണയ്ക്കാൻ വന്നിട്ട് ലക്ഷ്മി പത്മ പങ്കുവച്ച സ്ക്രീൻഷോട്ട്, അത് അടപടലം 3ആം പരാതിക്കാരിക്ക് എതിരാകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നല്ലോ. അതായത് രാഹുൽ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും പിന്നീടും രാഹുലുമായി 3ആം പരാതിക്കാരി നല്ല സൗഹൃദ ബന്ധം സ്ഥാപിച്ചതിൻ്റെ തെളിവുകളായിരുന്നു ആ സ്ക്രീൻഷോട്ടിലൂടെ നമ്മൾ കണ്ടത്.
അതായത് ഒരു 8-ാം തീയതി രാഹുൽ പീഡിപ്പിക്കുന്നു, എന്നാൽ ആ 8-ാം തീയതിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറയുന്ന 3-ാം പരാതിക്കാരി രാഹുലിന് പല സമ്മാനങ്ങളും അയച്ചു കൊടുക്കുന്നു. ലക്ഷ്മി പത്മ പങ്കുവച്ച ആ ഒരു സ്ക്രീൻഷോട്ടിൽ ഡേറ്റ് പോലും മറച്ചു വെച്ചുകൊണ്ടായിരുന്നു അവർ അത് പങ്കുവച്ചത്. തുടർന്ന് ഫെനി നയനാൻ അത് തൂക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന അതിജീവിതകളുടെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ, അവരുടെ ചാറ്റുകൾ, സ്ക്രീൻഷോട്ടുകൾ, ഓഡിയോ ക്ലിപ്പുകൾ, ഇതൊക്കെ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ ഭദ്രമായിരിക്കുകയാണ്. അവർ ഓരോ ഘട്ടത്തിനനുസരിച്ച് ഇതിങ്ങനെ പുറത്തേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ തന്നെയാണ് ശരിക്കും ഈ പറയുന്ന അതിജീവിതകളെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നത്. പിന്നീട് ഭരണകൂടവും ഒന്ന് ഓർത്തു നോക്കണം. ബലാത്സംഗ കേസിൽ അതിജീവിതകളുടെ മൊഴികൾ അപ്പോൾ തന്നെ പോലീസിൽ നിന്ന് ചോർന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുകയാണ്. അത് മാധ്യമങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ഈ രാഹുൽ വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതോടുകൂടി അതിജീവിതകൾക്ക് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്തവരായി മാറിയിരിക്കുകയാണ്. ഇവരെല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിലാണ് പ്രത്യക്ഷപ്പെട്ടത്. രാഹുൽ അങ്ങനെ ചെയ്തു, രാഹുൽ ഇങ്ങനെ ചെയ്തു, രാഹുൽ വൃത്തികെട്ടവനാണ്, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ രാഹുൽ എന്താണ് ചെയ്തത്? രാഹുൽ നേരിട്ട് കോടതിക്ക് മുൻപിലേക്ക് പോവുകയായിരുന്നു. അയാൾക്ക് പറയാനുള്ളതെല്ലാം അയാൾ കോടതിയിൽ പോയി പറഞ്ഞു. എന്നിട്ട് അയാൾ നെഞ്ചും വിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിയമപരമായി താൻ തെറ്റുകാരനല്ല എന്ന്. അയാളുടെ മുഖത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ചിരിയുണ്ടല്ലോ, അത് താൻ നിയമപരമായി തെറ്റുകാരനല്ല, ഞാൻ ഊരിപ്പോകും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. ഇപ്പോൾ 2-ാം പരാതിക്കാരി കോടതിയിൽ പോയി രഹസ്യമൊഴി കൊടുത്തപ്പോഴും രാഹുൽ ഒരു കൂസലുമില്ലാതെ ചിരിച്ചു നിൽക്കുകയാണ്. അയാളുടെ പക്കൽ എന്തൊക്കെയോ തെളിവുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് അയാൾ ഇപ്പോഴും നിൽക്കുന്നത്. ഇതിനിടെ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകും. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് രാഹുൽ ഹാജരായിരുന്നു. വീണ്ടും രാഹുലിനെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേസിൽ നേരത്തെ രാഹുലിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും നിർണായക തെളിവായ മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 9 മണിക്കൂറോളമായിരുന്നു ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ വൈകിട്ട് 4 മണി വരെ നീണ്ടു. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരുന്നു രാഹുലിനെ വിട്ടയച്ചത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടിയില്ല. പീഡനം നടന്നു എന്ന് പറയുന്ന കാലയളവിൽ രാഹുൽ ഉപയോഗിച്ചിരുന്ന ഫോൺ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില ഫോണുകൾ വിറ്റുവെന്നും ചിലത് നഷ്ടപ്പെട്ടുവെന്നുമാണ് രാഹുൽ പറയുന്നത്. എന്നാൽ ഇത് അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.